ബാങ്ക് നിഫ്റ്റി ഓൾ ടൈം ഹൈൽ. റീസെന്റ്ലി ആണ് ബാങ്ക് നിഫ്റ്റി ഇൻഡെക്സ് എക്കാലത്തെയും ഉയർന്ന വിലയിലെത്തിയിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ഒരു മാസം കൊണ്ട് മാത്രം ബാങ്ക് നിഫ്റ്റി അപ്സൈഡിലേക്ക് റാലി നൽകിയത് 9%. അതേസമയം നിഫ്റ്റി ആവട്ടെ ഓൾ ടൈം ഹൈയിൽ നിന്ന് 2000 പോയിന്റോളം ഡൗൺ ആയി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ഔട്ട് പെർഫോമൻസ്. ഈ കഴിഞ്ഞ ഒരു മാസത്തിന്റെ ഇടയിൽ 2.5% പെർഫോമൻസ് നിഫ്റ്റി കാഴ്ചവെച്ചപ്പോൾ അതിനെല്ലാം മറികടന്നുകൊണ്ടാണ് ബാങ്ക് നിഫ്റ്റി 9% മൂവ്മെന്റ് നടത്തിയിട്ടുള്ളത്. ഇതിന്റെ റീസൺ എന്തൊക്കെയാണെന്ന് നമ്മൾ ക്രോസ് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇൻഫ്ലേഷൻ കുറയുന്ന സാഹചര്യത്തിൽ RBIയുടെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ബാങ്കിങ് സെക്ടറിന് നല്ല ബൂസ്റ്റാണ് നൽകിയിട്ടുള്ളത്. 2024 ഡിസംബറിൽ 6% ഉണ്ടായിരുന്ന റെപ്പോ റേറ്റ് 25ലേക്ക് വരുന്ന സമയത്ത് 6.25, ഏപ്രിൽ മാസം 9-ാം തീയതി നടന്ന ലാസ്റ്റ് മീറ്റിംഗിൽ അത് 6.25 നിന്ന് 6%ലേക്കും കട്ട് ചെയ്തിട്ടുണ്ട്. ഇത് വലിയ രീതിയിൽ ബാങ്കിങ് കമ്പനീസിന്റെ പെർഫോമൻസിനെ പോസിറ്റീവായിട്ട് ബാധിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ ഫിക്സഡ് ഡെപ്പോസിറ്റ് ആൻഡ് സേവിങ്സ് അക്കൗണ്ട് ഇൻട്രസ്റ്റ് റേറ്റ് കുറച്ചതും ബാങ്കിങ് കമ്പനീസിന്റെ പെർഫോമൻസിനെ ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്. കൂടാതെ 2024-25 Q4 റിസൾട്ട് അല്ലെങ്കിൽ ക്വാർട്ടർലി റിസൾട്ടുകൾ ബാങ്കിങ് കമ്പനീസിനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള പോസിറ്റീവ് ഏർണിംഗ്സ് ആണ് കാഴ്ചവെക്കുന്നത്. റീസെന്റ് ആയിട്ട് വന്നിട്ടുണ്ടെന്ന് HDFC ബാങ്ക്, അതേപോലെ തന്നെ ICICI ബാങ്ക്, ഇവയെല്ലാം നല്ല രീതിയിലുള്ള റിസൾട്ടാണ് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതായത് മാർക്കറ്റ് എക്സ്പെക്ടേഷൻസ് അല്ലെങ്കിൽ അനലിസ്റ്റ് എക്സ്പെക്ടേഷനെ ഒക്കെ മീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള റിസൾട്ടുകളാണ് ബാങ്കിങ് കമ്പനീസിന്റെ ഭാഗത്തുനിന്ന് വന്നിട്ടുള്ളത്. അതേപോലെ തന്നെ ബാങ്കിങ് സ്റ്റോക്കുകൾ വലിയ രീതിയിൽ കഴിഞ്ഞൊരു 3 മാസത്തിന്റെ ഇടയിൽ പെർഫോമൻസ് നടത്തിയിട്ടുണ്ട്. ഏറ്റവും റീസെന്റ് ആയിട്ട് ചെക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ HDFC ബാങ്ക്, കൊട്ടാക് മഹീന്ദ്ര ബാങ്ക്, ഇവയെല്ലാം ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. നിലവിലെ സാഹചര്യത്തിൽ അടുത്തൊരു 2 ക്വാർട്ടറിലേക്കെങ്കിലും ബാങ്കിങ് സ്റ്റോക്കുകളും നോൺ ബാങ്കിങ് ഫൈനാൻസ് കമ്പനീസിന്റെ NBFCയുടെയും പെർഫോമൻസ് ബെറ്റർ ആവുന്നില്ല തന്നെയാണ് അനലിസ്റ്റ് പോയിന്റ് ഓഫ് വ്യൂ.